അല്ല ഗൈസ്, ഇപ്പോൾ അരുൺ എയറിലാണ്. ചട്ടിയല്ല ചെമ്പ്, മുക്കാ ചെമ്പ് ബിരിയാണി തിന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ കച്ചവടം അങ്ങോട്ട് ഉറപ്പിച്ചു എന്നുള്ള ഒരു ഫ്രേസ് മൂപ്പര, അങ്ങനെ ഒരു പ്രയോഗമാണ് മൂപ്പര എയറിലാക്കണമെന്ന്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അരുൺ അവൻ്റെ പെണ്ണ് കാണുന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ആ കല്യാണം ഉറപ്പിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ മൂപ്പര് ഇങ്ങനൊരു സംഗതി പറഞ്ഞപ്പോൾ രണ്ട് തരത്തിലാണ് ഈ ആളുകൾ ഈ ഒരു സാധനത്തിന്, രണ്ട് തരത്തിലല്ല, രണ്ട് പോയിന്റിലാണ്, രണ്ട് ഭാഗത്താണ് ആളുകൾ കയറി പിടിച്ചറിഞ്ഞത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കാ ചെമ്പ് ബിരിയാണി തിന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ഈ ഒരു സാധനം. അപ്പോൾ തിന്നണതിന് കണക്ക് പറയുകയാണില്ലേ എന്നുള്ളൊരു സംഭവം. പെണ്ണിൻ്റെ വീട്ടുകാരെ നീ അപമാനിക്കുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ നീ ഇങ്ങനെ എങ്കിൽ നീ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരു വില നീ കൊടുക്കുന്നില്ലല്ലോ. തിന്നതിനൊക്കെ കണക്ക് പറയുകയാണോ എന്നൊരു സാധനം. ഒരു സംഭവം, മുക്കാ ചെമ്പ് ബിരിയാണി തിന്ന് പിന്നെ വരണ ഒരു സാധനം ഉണ്ടല്ലോ, ആ സംഭവം അത് ഉറപ്പിച്ചു, കല്യാണം ഉറപ്പിച്ചു എന്നുള്ളതിന് ഓൻ പറയുന്ന സംഭവം എന്താ വെച്ചാൽ കച്ചവടം ഉറപ്പിച്ചു എന്ന്. അപ്പോൾ കല്യാണം എന്നുള്ളത് കച്ചവടമാണോ എന്നൊരു സംഗതി ഇവിടെ. അപ്പോൾ സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസ്റ്റുകൾ, കുറേ പെണ്ണുങ്ങൾ, എല്ലാവരും കൂടി, ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ, പെണ്ണുങ്ങൾ ആണ് എന്നുള്ള പോലെ തന്നെ പെണ്ണെന്ന് പറയും, സ്ത്രീകൾ, യുവതികൾ എല്ലാവരും കൂടി രംഗത്ത് പറഞ്ഞു, കല്യാണം എന്താണ് കച്ചവടമാണ് കണക്ക് എന്നുള്ളൊരു സാധനം. അതായത് കല്യാണം കച്ചവടം എന്നുള്ളത് ഗോൾഡ് വീട് എന്നല്ല, ഗോൾഡ്, കാറ്, അതേപോലെ സ്ത്രീധനം, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ കേസ്, ഓൻ്റെ ഭാഗത്തുള്ള ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൻ പറയുന്നത് ഞാനതൊരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. രാജമാണിക്യത്തിലെ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് പോത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് ബിരിയാണി വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അതങ്ങോട്ട് ഉറപ്പിച്ചു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഓനത് പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ചീറ്റിപ്പോയി ഓൻ എയറിലായി. ചില സമയത്ത് ഇങ്ങനെയാണ് കേസ്, നമ്മൾ തമാശകളൊക്കെ ഞാൻ അവനെ ന്യായീകരിക്കണതല്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ തമാശകൾ പറയുന്ന സമയത്ത് നമ്മൾ തമാശയാണെന്ന് വിചാരിക്കണത് ഈ കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് തമാശയാവണമെന്നില്ല. പല തരത്തിലുള്ള ആളുകളാണ് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു സംഭവം ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകൾ വളരെ ക്രൂരമായ രീതിയിലുള്ള സാധനങ്ങൾ പറയുന്നുണ്ടാവും, എന്നിട്ട് അവർ ഒഹോ കൊണ്ട് ചിരിക്കേണ്ട, കൂടുതൽ ആളുകളും ചിരിക്കേണ്ടായിരിക്കും. പക്ഷെ അത് വളരെ ക്രൂരമായ സംഭവമായിരിക്കും, ഒട്ടും തമാശയായിട്ട് തോന്നുന്നില്ലായിരിക്കും. ചിലത് വളരെ പ്യുവറായിട്ടുള്ള കോമഡികളുണ്ട് അല്ലേ, വളരെ പ്യുവറായിട്ടുള്ള കോമഡികൾ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മറ്റേ പേരെന്താണ്, മറന്നു, ബോബ് മാർലി എന്നൊക്കെ വരണത്. ഈടാ വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രം കാണിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമില്ലേ ഇപ്പോൾ. നമ്മുടെയൊക്കെ 90s കിഡ്സിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഇതാണ് കണ്ടിരുന്നത്. മറ്റേ മൂപ്പരുടെ കോട്ടൊക്കെ ഇട്ടൊരു മനുഷ്യൻ വരില്ലേ, മൂപ്പരുടെ തമാശകളൊക്കെ ഇല്ലേ. അപ്പോൾ അതിനെപ്പോലും നെഗറ്റീവായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. അതായത് നമ്മുടെ കൾച്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആളുകളുടെ ചിന്തകളിലുള്ള എവല്യൂഷൻ, എങ്ങനെ കുറേ ഇസങ്ങളുണ്ടല്ലോ, ഇസങ്ങളുടെ ഫെമിനിസം, അങ്ങനെ സാധനം, പാട്രിയാർക്കിയിൽ വരുന്ന വ്യത്യാസം, അതേപോലെ പല തരത്തിലുള്ള ഇസങ്ങളുണ്ട്, എൻവിറോൺമെൻറ്റലിസം ഉണ്ടോ എന്തായാലും, അങ്ങനെ പല തരത്തിലുള്ള ഇസങ്ങൾ വരുമ്പോൾ ആളുകൾ എന്താ വെച്ചാൽ ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിലാണ് പലപ്പോഴും ഈ കോമഡികളെ കാണുക. അപ്പോൾ പണ്ട് കോമഡികൾ എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങൾ പിന്നീട് എല്ലാ കാലത്തും നമുക്കത് കോമഡിയായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ചില മുമ്പുണ്ടായിരുന്ന രാജമാണിക്യത്തിൻ്റെ ടൈമിലുണ്ടായിരുന്ന കോമഡികൾ, ഒരുപാട് പണ്ടൊന്നല്ല എന്നാലും പറയാം, ഇപ്പോൾ ഓരോ ദിവസം തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് വരണത്. അപ്പോൾ ഇത് രാജമാണിക്യം ഇറങ്ങിയതൊക്കെ പണ്ട് എന്നുള്ള ലെവലിൽ കാണേണ്ടി വരും. ഞാൻ ആ രീതിയിലൂടെ പറയണത്, അതിപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. പിന്നെ എൻ്റെ വേറെ സംഭവം എന്താ വെച്ചാൽ, അരുൺ വേറെ ചിലർ പറയുന്നത് അഹങ്കാരം കൂടി പോയി, കാശിൻ്റെ ഉങ്കാണവന്, അവൻ ചെറുപ്പത്തിൽ നക്കിത്തുപ്പ് വഴിയില്ലാണ്ട് നടക്കുന്ന സമയത്ത് അവൻ ഈ അഹങ്കാരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതായത് അവൻ സാധാരണ രീതി, ഇത് ആളുകൾ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല, വളരെ പാവപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വന്ന, സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് അരുണിൻ്റെ പെങ്ങളും കുടുംബമൊക്കെ. അപ്പോൾ ഇവർ ഇങ്ങനെ ഫാമിലി വ്ളോഗുകളൊക്കെ ചെയ്തിട്ട് ഷോർട്സ് റീൽസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കയറി വന്ന ടീംസാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഒക്കെ ഇട്ട് അങ്ങനെ ആ രീതി സോഷ്യൽ മീഡിയ ആയിരുന്നു അവരുടെ കരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ കാശൊക്കെ ഇപ്പോൾ അവൻ അഹങ്കാരമായി, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ല, അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണത്. എന്താണ് അല്പന് പെട്ടെന്ന് ഐശ്വര്യം വന്നിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രിയിൽ പട പിടിക്കും, എന്താണ് ആ സംഗതി മനസ്സിലായില്ലേ ഗൈസേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആളുകൾ ഇതൊക്കെ എടുക്കുന്നത്. എന്തായാലും അരുൺ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അങ്ങനെ സംസാരിക്കുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടേണ്ടതായിരുന്നു എന്നാണ് പറയാനുള്ളത് ഗൈസ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യലില്ല, അങ്ങനെ കയറി പോസ്റ്റ് ചെയ്യലാണ് ചെയ്യൽ. അപ്പോൾ ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തമാശ രീതിയിൽ എടുക്കുമ്പോൾ
തമാശ രീതിയിൽ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചെയ്യണ സാധനങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തമാശയാവണമെന്നില്ല. ഇതാണ് ഇതിൻ്റെ പോയിൻ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ് ഇതാണ്. വേറൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ ചിലർ വേണമെന്ന് വെച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യും ഗൈസ്. അതെന്താ അറിയും, അവർക്ക് റീച്ച് കാര്യമായിട്ട് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ടൈമിൽ ഒക്കെ എന്താ വെച്ചാൽ ഇവർ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പണ്ടത്തെ പോലെ ഒരു വരുമാനം കിട്ടണില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു കാർ എടുക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണമാണ്, ഇങ്ങനെയൊക്കെ തോന്നുന്ന ഇങ്ങനെയൊക്കെ വരുന്ന സമയമുണ്ടല്ലോ. ഈ സമയത്ത് കാശ് കിട്ടാൻ വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടി ബിഗ് ബോസ് ടീമുകൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം കുറച്ച് സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയറി കത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ അതും ആവാനുള്ള സാധ്യതയുണ്ട് കേസ്. അപ്പോൾ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.